ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മോർണിംഗ് ബ്രീഫ്. കഴിഞ്ഞ ആഴ്ച 300 പോയിന്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി പുതിയ ഒരാഴ്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരാഴ്ചയും വളരെ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് ലെവൽസെല്ലാം ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് നിഫ്റ്റി ട്രേഡിംഗ് ആരംഭിക്കുന്നത്. ടേക്ക് ഓവേഴ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്തത് ഫ്ലാറ്റ് ആയിട്ടായിരുന്നു, നെഗറ്റീവായിട്ടായിരുന്നു. അതോടൊപ്പം തന്നെ US മാർക്കറ്റുകളും നെഗറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതർ ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് നോട്ടിലാണ്. ചില മാർക്കറ്റുകൾ മാത്രമാണ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ ഇൻഡൈസസുകളെല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് മോഡിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച സംബന്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഇവൻറ്റുകളും അതോടൊപ്പം തന്നെ ഡാറ്റാസും വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. മേജറായിട്ട് ഇന്ത്യ US ട്രേഡ് ടോക്സിന് ഇതുവരെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പോൾ ഈ ഒരാഴ്ച അതിനുള്ള എന്തെങ്കിലും ഡാറ്റാസോ അല്ലെങ്കിൽ എന്തെങ്കിലും താരിഫ് റേറ്റുകളോ വരുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവൻറ്റ് ഡ്രിവൺ ആയിട്ടുള്ള മൂവ്സിന് ഒരുപാട് സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച ഇൻഫ്ലേഷൻ ഡാറ്റാസ് വരുന്ന ഒരാഴ്ചയാണ്. US മാർക്കറ്റിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റാസ് വരുന്നുണ്ട്. ഒപ്പം റിസൾട്ട് സീസൺ, മേജർ റിസൾട്ട്സ് എല്ലാം വന്നു തുടങ്ങുന്ന ഒരു അവസരമാണ്. കഴിഞ്ഞ ആഴ്ച റിസൾട്ട് സീസണ് തുടക്കം കുറിച്ചു. ഇതുവരെ വന്ന റിസൾട്ട്സുകളെല്ലാം തന്നെ അത്ര ഇമ്പ്രസീവ് അല്ല. അപ്പോൾ ഇനി വരുന്ന റിസൾട്ടുകളും അവരുടെ ഗൈഡൻസും എല്ലാം നോക്കിയിട്ടായിരിക്കും നമുക്ക് ഫർദർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മാർക്കറ്റിൽ ആളുകൾ കണക്കൂട്ടുന്നത്. സപ്പോർട്ട്സ് എല്ലാം ബ്രേക്ക് ചെയ്ത് 25,220 എന്ന ഒരു സപ്പോർട്ട് ലെവൽസ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നെക്സ്റ്റിന് ഒരു സപ്പോർട്ടുള്ളത് 24,900 എന്ന റേഞ്ചിലാണ്. ഈ ഒരു നെഗറ്റീവ് റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ട്രിഗേഴ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരാഴ്ച ഒരു പോസിറ്റീവ് ട്രിഗേഴ്സ് ലഭിക്കുകയുള്ളൂ, ഒരു പോസിറ്റീവ് മൊമെൻറ്റം ലഭിക്കുകയുള്ളൂ. അതിന് എന്തെങ്കിലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നല്ലൊരു ഇവൻറ്റ് വന്നിട്ട്, നല്ലൊരു റിസൾട്ട് വന്നിട്ട്, എന്തെങ്കിലും ഇൻഡസ്ട്രിയിലോ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്കൗട്ട് കിട്ടും. അല്ലെങ്കിൽ നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ നെഗറ്റീവ് മോഡിൽ തന്നെയായിരിക്കും തുടരുക. 24,900 എന്ന സപ്പോർട്ട് റേഞ്ച് മുൻനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരും ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും കണ്ടിന്യൂ ചെയ്യുക. താങ്ക് യു സോ മച്ച്.